സോ നമ്മളിനി നോക്കാൻ പോകുന്ന പേജ് റീപ്ലേസ്മെൻറ്റ് പോളിസീസ് ആണ്. മെയിൻലി നമുക്ക് 3 പേജ് റീപ്ലേസ്മെൻ്റ് ആണ് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് FIFO. സെക്കൻഡ് വൺ LRU, അതായത് ലീസ്റ്റ് റീസൺലി യൂസ്ഡ്. തേർഡ് വൺ ഒപ്റ്റിമൽ അല്ലെങ്കിൽ OPT, ഒപ്റ്റിമൽ പേജ് റിമൂവൽ, അല്ലെങ്കിൽ LFU എന്നും പറയും. ഓക്കെ, ഈ 3 പേജ് റീപ്ലേസ്മെൻ്റ് ആണ് നമുക്ക് മൊഡ്യൂൾ 4 ഇനി പഠിക്കാനുള്ളത്. സോ 1 by 1 നോക്കാം. ആദ്യം നമുക്ക് FIFO ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. ആ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഈ 3 പേജ് റീപ്ലേസ്മെൻറ്റും ആ ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ടേബിൾ വരച്ചു. FIFO പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ ആ സ്ട്രിങ്ങിൽ മൊത്തം 9 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ 9 കോളംസ് ആണ് ഈ വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, 9 കോളംസ് വരച്ചുള്ള ടേബിളാണ്. 3 ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്, F1, F2, F3. FIFO വെച്ച് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ആദ്യം വരുന്നത് ആദ്യം ഔട്ടാവും എന്നാണ് അതിൽ പറയുന്നത്. സോ ഓക്കെ, ഫസ്റ്റ് 3 എന്ന് പറയുന്നത് ഞാൻ ആദ്യം F1 എന്ന ഫ്രെയിമിൽ എൻ്റർ ആകാം. ഓക്കെ, 3 എൻ്റർ ആക്കി. നെക്സ്റ്റ് 2 എൻ്റർ ആക്കാൻ വേണ്ടി 2 F2ൽ എൻ്റർ ആക്കി. നെക്സ്റ്റ് 1 F3ൽ എൻ്റർ ആക്കി. അപ്പോൾ ഈ 3, 2, 1 ഫസ്റ്റ് എൻ്റർ ആക്കി മനസ്സിലായല്ലോ. 3 എന്ന് പറഞ്ഞാൽ F1ൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 2 വന്നപ്പോൾ F2ൽ സ്ഥലമുണ്ട്. സോ F2ൽ എൻ്റർ ആയി. F3ലായപ്പോൾ 1 എൻ്റർ ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്പർ നോക്കിയാൽ 3 ഓൾറെഡി F1ലുണ്ട്. സോ അതേപോലെ നമുക്ക് എഴുതാം 3, 2, 1. ഇത് എഴുതുമ്പോൾ താഴെ നമ്മൾ പേജ് ഹിറ്റും പേജ് ഫോൾട്ടും മാർക്ക് ചെയ്ത് പോകണം. അതായത് അവിടെ ഒരു പേജ് ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ക്രോസ് ആയിട്ടും പേജ് ഹിറ്റ് ഉണ്ടായി ടിക്കിട്ടും പോകണം. ഓക്കെ, ഇപ്പം നോക്കിയേ, ഇതിൽ എന്തെങ്കിലും എല്ലാം കറക്റ്റായിട്ടല്ലേ വന്നത് അല്ലേ? ഇവിടെ ഒരു പേജ് ഫോൾട്ട് കറക്റ്റായിട്ട്, അതായത് ഇതിന് ഒരു റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ ഒരു പേജ് റീപ്ലേസ് ചെയ്താൽ നമുക്കിത് എഴുതാൻ പറ്റി. അപ്പോൾ അത് പേജ് ഹിറ്റ്. ഓക്കെ, ഇനി അടുത്ത് 4 അടുത്ത് എൻ്റർ ചെയ്യണം. 4 നോക്കി, ഇതിൽ ഏറ്റവും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് ഇൻ ചെയ്തത് ആരാണ്? 3. അതായിരിക്കും ആദ്യം ഔട്ടാവുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്ന 3 ആണ്. സോ 3നെ ഞാൻ അവിടെ മാറ്റി 4, 2, 1. ഓക്കെ, അവിടെ എന്തുണ്ടായപ്പം പേജ് ഫോൾട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്ത് 1 ആണ് എൻ്റർ ചെയ്യണം. 1 ഓൾറെഡി ഫ്രെയിമിലുണ്ട്. സോ 4, 2, 1 റിപ്പീറ്റായിട്ട് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്ത് വരുന്ന പേജ് ഹിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 6 എൻ്റർ ചെയ്യാൻ പോവുകയാണ്. 6 നോക്കിക്കേ, ഇതിലില്ല, ഈ ഫ്രെയിമിലില്ല, 6 ഫ്രെയിമില്ല. സോ ഇതിൽ ഏറ്റവും കൂടുതൽ 2 ആണ്. ഇത് 4 ടൈംസ്, 2 എത്ര പ്രാവശ്യം? 5 ടൈംസ്. 2നെ ഞാൻ റീപ്ലേസ് ചെയ്ത് എന്താക്കി? 6 ആക്കി. ഓക്കെ, അവിടെ പേജ് ഫോൾട്ട്. നെക്സ്റ്റ് 2 ഇനി എൻ്റർ ചെയ്യണം. 2 ഉണ്ടോ ഫ്രെയിമിൽ? ഇല്ല. 2നെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും ആദ്യം വന്നത് ആരാണ്? അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആരാണ്? 1 ആണ്. സോ 1നെ റീപ്ലേസ് ചെയ്തു, ഞാൻ 2 ആക്കി. അവിടെ എന്ത് വരും? പേജ് ഫോൾട്ട്. ഇനി 4 ഓൾറെഡി ഫ്രെയിമിലുണ്ട്. സോ അതേപോലെ എഴുതാം. പേജ് അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് വന്നില്ല. സോ പേജ് ഹിറ്റ്. ഇനി 3 ആഡ് ചെയ്യണം. 3 ആണ് ഫ്രെയിമിലോട്ട് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രെയിമിൽ നോക്കി 3 ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്ന 4 ആണ്. സോ 4നെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നു. 3, 6, 2 പേജ് ഫോൾട്ട്. 4നെ അടുത്ത് എൻ്റർ ചെയ്യണം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം 6 ആണ്. സോ 6നെ മാറ്റി 3, 4, 2 പേജ് ഫോൾട്ട്. അടുത്ത് 2നെ എൻ്റർ ചെയ്യണം. 2 ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് 3, 4, 2 പേജ് ഹിറ്റ്. 1 എൻ്റർ ചെയ്യണം. 2 ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം. 2നെ മാറ്റി 1 അവിടെ എഴുതും. 3, 4, 1 പേജ് ഫോൾട്ട്. 4 ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് 3, 4, 1 പേജ് ഹിറ്റ്. 5 ആണ് ഇനി എൻ്റർ ചെയ്യേണ്ടത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം 3 ആണ്. സോ 3നെ റീപ്ലേസ് ചെയ്യുന്നു. 5, 4, 1 പേജ് ഫോൾട്ട്. ഇനി 2 എൻ്റർ ചെയ്യണം. നോക്കി, 2 ഇതിലെന്തെങ്കിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം 4 ആണ് വന്നത്. സോ 4, 5, 2, 1 പേജ് ഫോൾട്ട്. ഇനി 1 എൻ്റർ ചെയ്യണം. 1 ഓൾറെഡി ഫ്രെയിമിലുണ്ട്. സോ അതേപോലെ എഴുതാം. 5, 2, 1 പേജ് ഹിറ്റ്. 3 ഇനി 3 ഏറ്റവും കൂടുതൽ പ്രാവശ്യം 1 ആണ് ഇവിടെ. സോ 1നെ റീപ്ലേസ് ചെയ്യുന്നു. 5, 2, 3 പേജ് ഫോൾട്ട്. ഇനി 4 ഏറ്റവും കൂടുതൽ പ്രാവശ്യം 5 ആണ്. സോ 5നെ റീപ്ലേസ് ചെയ്തു. 4, 2, 3 പേജ് ഫോൾട്ട്. സോ ഇങ്ങനെയാണ് FIFO പ്രിൻസിപ്പിൾ വെച്ച് പേജ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് FIFO പ്രിൻസിപ്പിൾ വെച്ച് ചെയ്യുന്നതെന്ന്? ഓക്കെ, ഇനി നോക്കേണ്ടത് എത്ര പേജ് ഫോൾട്ട്, എത്ര പേജ് ഹിറ്റ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. പേജ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ ടിക്ക് എത്ര വീണിട്ടുണ്ട് അത് എണ്ണ. 1, 2, 3, 4, 5, 6. സോ പേജ് ഹിറ്റ് 6. പേജ് ഫോൾട്ട് എത്രയായിരിക്കും?
6 അല്ല, മൊത്തം 19 മൈനസ് 6 ചെയ്താൽ മതി, 13 പേജ് ഫോൾട്ട് ഉണ്ടാവും. ഹിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹിറ്റ്, അതായത് പേജ് ഹിറ്റ് എത്രയുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേജസ്. ടോട്ടൽ നമ്പർ ഓഫ് 19 പേജസ് ഉണ്ട്. സോ 6/19 ആണ് ഹിറ്റ് റേഷ്യോ. മനസ്സിലായോ? ഇതാണ് FIFO പേജ് റീപ്ലേസ്മെൻറ്റ്. ഓക്കെ, സോ നമ്മളിനി ചെയ്യാൻ പോകുന്ന LRU, അതായത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് വെച്ചിട്ടാണ് പേജ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് 3, നമുക്കറിയാം 3 ഫസ്റ്റ് ഫ്രെയിമിൽ 3 ഇറക്കി. നെക്സ്റ്റ് 2 ഇറക്കണം. 2 നമുക്ക് സെക്കൻഡ് ഫ്രെയിമിൽ 2 ഇറക്കാം. അടുത്ത 1 നമ്മൾ തേർഡ് ഫ്രെയിമിൽ ഇറക്കി. ഇത്രയും ഡൗട്ടില്ലോ. ഇനി അടുത്ത 3 വീണ്ടും ഇറക്കാനുണ്ട് അല്ലേ. 3 നമുക്ക് ഇറക്കുമ്പോൾ അതായത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആണ് നമുക്കിവിടെ നോക്കേണ്ടത്. അതായത് ഏറ്റവും കുറവ് റീസെൻ്റ്ലി യൂസ്ഡ് ആയിട്ടുള്ളത് ഏതാണെന്ന് വേണം നോക്കാൻ. സോ ഇവിടെ 3 ഓൾറെഡി ഫ്രെയിമിലുള്ളത് കൊണ്ട് നമുക്ക് 3 വീണ്ടും നേരത്തെ ചെയ്തതുപോലെ 3, 2, 1 എഴുതാം. അതിലൂടെ പേജ് ഫോൾട്ട്, പേജ് ഹിറ്റ് നോക്കണം. ഇതൊക്കെ പേജ് ഫോൾട്ട്, ഇത് വന്നിട്ട് പേജ് ഹിറ്റ്, റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ വന്നു. ഓക്കെ, ഇനി നോക്കാം 4 നമുക്ക് ചെയ്യണം. ഇതിൽ ഏറ്റവും റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്തത് ഏതാണ് റീസെൻ്റ്ലി യൂസ് ചെയ്തത്? ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ 2 പ്രാവശ്യം, ഇത് 3 പ്രാവശ്യം, ഇത് 4 പ്രാവശ്യം അല്ലേ. ഇനിയിപ്പോൾ 4 നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്ത ഏതാണ്? 2 അല്ലേ ഏറ്റവും കൂടുതൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. കുറവ് യൂസ് ചെയ്തത് 2 ആണ്. സോ 2 ആയിരിക്കും റീപ്ലേസ് ചെയ്ത് നമ്മൾ എന്തെഴുതുന്നത്? 3, 4, 1 എന്ന് എഴുതുന്നത്. മനസ്സിലായോ? സോ നിങ്ങൾക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിക്കാണും, എങ്ങനെയാണ് ഈ 2 റീപ്ലേസ്മെൻറ്റ് ചെയ്ത് 4 എഴുതിയെന്ന്. 2 എങ്ങനെയാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ് ചെയ്തതെന്ന് അത് ഞാൻ പറഞ്ഞുതരാം. നോക്കി, ഈ 2 മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ആഡ് ചെയ്യേണ്ട ഇനി ഫ്രെയിമിലോട്ട് വരേണ്ടതാണ് ഏത് പേജാണ്? 4 ആണല്ലേ. ഈ 4 ഉണ്ടല്ലോ, ഈ 4ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക. LRU എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡാണെന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് 4ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നമുക്ക് 3 ഫ്രെയിംസ് അല്ലേ, 3 എണ്ണം നോക്കുക. ഇതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏതായിരിക്കും? 2 അല്ലേ. 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന 2, അതുകൊണ്ടാണ് 2 റീപ്ലേസ് ചെയ്ത് 4 എഴുതി. മനസ്സിലായ ഒരു ട്രിക്കാണ്. അതായത് 4 ആണ് നമുക്കിനി എഴുതേണ്ടത്. 4ൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് മൂന്നാമത് 1, 2, 3, അതായത് 3, 1, 2 ആണ് ഏറ്റവും ലാസ്റ്റ്. 3 ഫ്രെയിംസ് ഉള്ളതുകൊണ്ട് 3 എണ്ണം നോക്കുമ്പോൾ അവസാനം എത്രയാണ് പറഞ്ഞാൽ 2 റീപ്ലേസ് ചെയ്ത് 4 എഴുതി. നെക്സ്റ്റ് നോക്കി ഇനി 1 ആഡ് ചെയ്യണം. ഓൾറെഡി 1 ഉണ്ട്. സോ അതുകൊണ്ട് 3, 4, 1 റിപ്പീറ്റ് ചെയ്യും, പേജ് ഹിറ്റ്. ഇനി 6 ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്യുമ്പോൾ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ആണ്. അപ്പോൾ 6ൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുക. 1, 4, 3 ഏതാണ്? 3 ആണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്. അപ്പോൾ 3 മാറ്റി നമ്മൾ എന്തെഴുതും? 6, 4, 1 എഴുതും. നെക്സ്റ്റ് 2 ആണ്. 2 നോക്കുമ്പോൾ 2ൻ്റെ ഇപ്പുറത്തെ സൈഡ് 4 ആണ്. സോ 4 മാറ്റി 6, 2, 1 പേജ് ഫോൾട്ട്. മനസ്സിലായോ എങ്ങനെയാണ്? എന്താണോ നമുക്കിപ്പോൾ 4 ആണ്, നമുക്കിനി 4 ആണ് ചെയ്യാനുള്ളത്. ഇതിൽ 4 ഇല്ല, ഫ്രെയിമിൽ 4 ഇല്ല. 4 അപ്പം പേജ് റീപ്ലേസ് ചെയ്ത് നമുക്ക് എഴുതണം. അങ്ങനെ ആണെങ്കിൽ 4ൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 പ്രാവശ്യം നോക്കുമ്പോൾ മൂന്നാമത്തേതായിരിക്കും ലീസ്റ്റ് റീസെൻ്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 നമുക്ക് ആഡ് ചെയ്യണം. മൂന്നാമത്തെ 2, 6, 1 ആണ്. സോ 1 ഉണ്ടല്ലോ, 1 റീപ്ലേസ് ചെയ്യണം. 1 ആയിരിക്കും റീപ്ലേസ്. അതായത് 6, 2, 1 റീപ്ലേസ് ചെയ്ത് 4 എഴുതി, പേജ് ഫോൾട്ട്. ഇനി 3 ആഡ് ചെയ്യണം. 3യുടെ ലെഫ്റ്റ് 6 ആണ്. സോ 6 റീപ്ലേസ് ചെയ്തു, 3, 2, 4 പേജ് ഫോൾട്ട്. നെക്സ്റ്റ് 4 ഓൾറെഡി ഉണ്ട്. 3, 2, 4 പേജ് ഹിറ്റ്. ഇനി 2 ആണ് നമുക്ക് ആഡ്. 2 ഓൾറെഡി ഉണ്ട്. 3, 2, 4 പേജ് ഹിറ്റ്. ഇനി 1 നോക്കുമ്പോൾ 3, 2, 4, 3 ആണ് ലീസ്റ്റ് റീസെൻ്റ്ലി. സോ 1, 2, 4 പേജ് ഫോൾട്ട്. അടുത്ത് 4 ആഡ് ചെയ്യണം. 1, 2, 4 ഓൾറെഡി ഉണ്ട്, പേജ് ഹിറ്റ്. 5 ആണ്. 4, 1, 2 ആണ് ലീസ്റ്റ് റീസെൻ്റ്ലി. സോ 2 മാറ്റി 1, 5, 4 പേജ് ഫോൾട്ട്. 2 ആഡ് ചെയ്യണം. 2 ആകുമ്പോൾ 5, 4, 1 മാറ്റി 2, 5, 4 പേജ് ഫോൾട്ട്. ഇനി 1 വീണ്ടും ആഡ് ചെയ്യണം. സോ 2, 5, 4 ആണ് ലീസ്റ്റ് റീസെൻ്റ്ലി. സോ 4 റീപ്ലേസ് ചെയ്തു, 2, 5, 1 പേജ് ഫോൾട്ട്. 3 ആഡ് ചെയ്യണം. 3 ആഡ് ചെയ്യാൻ 1, 2, 5 ആണ് റീസെൻ്റ്ലി യൂസ്ഡ്. 5 റീപ്ലേസ് ചെയ്യുന്നു, 2, 3, 1 പേജ് ഫോൾട്ട്.
4 ആഡ് ചെയ്യണം. 3 1 2 2 ആണ് ലീസ്റ്റ് റീസൺ ലീവ്സ്. 2 മാറ്റി 4 3 1 പേജ് ഫോൾഡ്. സോ ഇങ്ങനെയാണ് LRU ചെയ്യുന്നത്. മനസ്സിലായോ എങ്ങനെയാണ്? ഇനി നമുക്ക് പേജ് ഹിറ്റ് കണ്ടെത്തണം. നേരത്തെ കണ്ടുപിടിച്ച പോലെ പേജ് ഹിറ്റ് 1 2 3 4 5 ആണ് പേജ് ഹിറ്റ് 5. അപ്പം പേജ് ഫോൾട്ട് എത്ര ആയിരിക്കും? 19 മൈനസ് 5 14 ആയിരിക്കും. അല്ലെങ്കിൽ ഇൻറ്റു മാത്രം എണ്ണി നോക്കിയാലും മതി. ഇനി ഹിറ്റ് റേഷ്യോ എത്രയായിരിക്കും? ഹിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പേജ് ഹിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേജസ്, അതായത് 5/19 ആയിരിക്കും ഹിറ്റ് റേഷ്യോ. ഓക്കെ, എല്ലാവരെയും മനസ്സിലായല്ലോ? ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് പേജ് റീപ്ലേസ്മെൻറ്റ് വന്നിട്ട് LFU അല്ലെങ്കിൽ ഒപ്റ്റിമൽ ആണ്. ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സോ ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടേബിൾ വരച്ചു, 3 ഫ്രെയിംസ് കൊടുത്തു. ഇതിൽ വരുന്നിട്ട് നേരത്തെ നമ്മൾ എല്ലാവരും ചെയ്ത പോലെ തന്നെയാണ് ഇതിൽ നോക്കേണ്ടത്. ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് 3 ആദ്യം ഫസ്റ്റ് ഫ്രെയിമിൽ കൊടുക്കാം. 2 KT 1 3 to 1 വരെ നമ്മൾ ചെയ്തു. 3 ഫ്രെയിം ഫില്ല്. ഇനി നെക്സ്റ്റ് 3 ഫില്ല് ചെയ്യാൻ വേണ്ടി ഫ്രെയിം ഇല്ല, ഓൾറെഡി ഉണ്ടല്ലേ. 3 എന്ന് പറഞ്ഞാൽ ഫ്രെയിം ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 3 ഫ്രെയിം ഓൾറെഡി ഉള്ളതുകൊണ്ട് പേജ് ഹിറ്റ്. ഓക്കെ, ഇത്രയും മനസ്സിലായാലും ഇത്രയും നമുക്കറിയാം. ഇനി 4 ആണ്. 4 ഈ ഫ്രെയിംസിലില്ല, 3 ഫ്രെയിമിൽ ഇല്ല 4. സോ നമുക്ക് പേജ് റീപ്ലേസ് ചെയ്ത് 4 ആഡ് ചെയ്യണം. സോ 4 ഇതിലെങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കിക്കോ. നമുക്കിതിൽ ഇനി നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 4 ഉണ്ടല്ലോ, ഈ 4ൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കണം. ഏത് സൈഡ് നോക്കണം? റൈറ്റ് സൈഡ്. LFUവിൽ റൈറ്റ് സൈഡിലോട്ട് നോക്കണം. റൈറ്റ് സൈഡിൽ ഏറ്റവും ആദ്യമല്ല അവസാനം ഏതാണെന്ന് നോക്കുക. ഓക്കെ, ഏറ്റവും അവസാനം ഏതാണ് ഇത് വന്നിട്ടുള്ളതെന്ന് നോക്കുക. 3 2 1ൽ ഏറ്റവും അവസാനം 3 ആണോ 2 ആണോ 1 എന്ന് നോക്കുക. അതായത് ആദ്യം 1 വന്നു, അത് ആദ്യം വന്നതാണ്. സെക്കൻഡ് 2, പിന്നെ 3. സോ ആദ്യം അവസാനം വന്ന ഏതാണ്? 3 ആണ്. സോ 3ന് റീപ്ലേസ് ചെയ്യുക 4 2 1. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞുതരാം. പേജ് ഫോൾട്ട് കൊടുക്കുക. 1 ആണ്. അപ്പോൾ വീണ്ടും അതേപോലെ ഇരുന്ന് പേജ് ഹിറ്റ്. ഓക്കെ, 6 ആഡ് ചെയ്യണം. നോക്കിക്കുക, 6 ആണ് ഈ ഫ്രെയിമിൽ ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കണം. സോ 6ൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. 4 2 1ൽ ഏറ്റവും അവസാനം ഈ 3 നമ്പറിൽ ഏതാ വന്നെന്ന് നോക്കുക. 6ൻ്റെ റൈറ്റ് സൈഡിൽ 2 വന്നു, 4 വന്നു, അതിന് 1 ആണ് അവസാനം. സോ ഇവിടെ ഏത് മാറ്റും? 1 മാറ്റി 6 ആഡ് ചെയ്യും. മനസ്സിലായോ എങ്ങനെയാണ്? ഇനി നെക്സ്റ്റിന് 2 ആഡ് ചെയ്യണം. അതേപോലെ ഉണ്ട്. സോ പേജ് ഹിറ്റ്, വീണ്ടും 4 പേജ് ഹിറ്റ് 3 ചെയ്യണം. 3 നോക്കിയേ, 3 നോക്കാം. 4 2 6 ആണ്. 3ൻ്റെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. റൈറ്റ് സൈഡിൽ 4 ഉണ്ട്, 2 ഉണ്ട്, പിന്നെയും 4, 6 ഇല്ല. ഇതിൽ 6 ഇല്ല. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നോക്കുക. 4 2 6 ഉണ്ടോ ഇതിൽ? 6 ഇല്ല. പക്ഷേ 4ഉം 2ഉം കഴിഞ്ഞ് പിന്നെ വരുന്നത് ഏതാണ്? 6 ഇല്ലാത്തത് കൊണ്ട് തന്നെ അവസാനം ഇനി 6 ഇല്ലല്ലോ. 6 ഇല്ലാത്തതുകൊണ്ട് തന്നെ 6നെ റീപ്ലേസ് ചെയ്യുന്നു. 4 2 3 ആഡ് ചെയ്യുന്നു. പേജ് ഫോൾട്ട്. വീണ്ടും 4 2 3 പേജ് ഹിറ്റ്. ഓക്കെ, ഇനി നമുക്ക് 2 ആഡ് ചെയ്യണം. 4 2 3 പേജ് ഹിറ്റ്. ഇനി 1 ആഡ് ചെയ്യണം. സോ 1ൻ്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ 4 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 ആണ് പറ്റും ചെറുത്. 4 2 1 പേജ് ഫോൾട്ട്. 4 2 1 പേജ് ഹിറ്റ്. ഇനി 5 ആണ് നോക്കിയേ. 5ൻ്റെ ഇപ്പുറത്തെ സൈഡിലത്തെ 4 2 1 2 1 4 ആണ്. സോ 4 മാറ്റി 5 2 1 പേജ് ഫോൾട്ട്. 5 2 1 പേജ് ഹിറ്റ്. 5 2 1 പേജ് ഹിറ്റ്. ഇനി 3 നോക്കേ. 3യുടെ ഇപ്പുറത്ത് 5 2 1 ഒന്നുമില്ല, 4 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ ഏറ്റവും കൂടുതൽ നോക്കണം. ഏറ്റവും കൂടുതൽ നേരം യൂസ് ചെയ്ത ഏതാണ്? ഇങ്ങനെ സിറ്റുവേഷൻ, അതായത് ഈ 3 എണ്ണവും അങ്ങോട്ടില്ല, അതായത് തീരെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഈ 3 എണ്ണം അങ്ങോട്ടിനി ഇല്ല, 5 2 1 ഒന്നും ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉള്ള നമ്പർ ഏതാണ് വന്നത്? 2 ആണല്ലേ. 5 ഇത്ര പ്രാവശ്യം, 1 ഇത്ര പ്രാവശ്യം, 2 ഇത്രയും പ്രാവശ്യം വന്നുകൊണ്ട് 2നെ മാറ്റി നമ്മൾ എന്ത് ചെയ്യും? റിപ്ലേസ് ചെയ്ത് 3 കൊടുത്തു. 5 3 1 പേജ് ഫോൾട്ട്. ഇനി 4 ആഡ് ചെയ്യണം. 4 ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നോക്കുക. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആരാണ്? 1 2 3 4 5. 1നെ റീപ്ലേസ് ചെയ്തു. 5 3 4 പേജ് ഫോൾട്ട്. മനസ്സിലായോ എങ്ങനെയാണ് LFU ചെയ്യുന്നതെന്ന്?
ഒപ്റ്റിമൽ ഓർ LFU. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പേജ് ഹിറ്റും പേജ് ഫോൾട്ടും നോക്കാം. പേജ് ഹിറ്റ് വന്നിട്ട് 9, പേജ് ഫോൾട്ട് എത്രയായിരിക്കും? 19 - 9 10. അപ്പോൾ ഹിറ്റ് റേഷ്യോ 9/19 ആണ് ഹിറ്റ് റേഷ്യോ. ഓക്കെ.